ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. എന്താ പറയുക, നിറച്ച് പണികളുണ്ട്, പക്ഷെ മടി പിടിക്കുകയാണ്. മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. രാവിലെ നേരത്തെ കുളിച്ച് നേരത്തെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞപ്പോഴേക്കാണ് ആകെ നല്ല മഴ, നല്ല കാറ്റോട് കൂടിയ മഴയായിരുന്നു കേട്ടോ. എന്താ പിന്നെ എന്നിപ്പോൾ നേരെ നീച്ച കുളിയും കഴിഞ്ഞ് അടുക്കളയ്ക്കല്ലേ പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മഴ പെയ്യരുത്, അപ്പോൾ മഴ ഒന്ന് ആസ്വദിച്ചിരുന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ വെറുതെ കുഞ്ഞാറ്റ നീച്ചിട്ടുണ്ട്, അവൾ ഉള്ളിലുണ്ട് കേട്ടോ. സനുവാൻസ് നീച്ചിട്ടില്ല. അപ്പോൾ ഞാനിതേ അങ്ങനെ വെറുതെ മഴ ആസ്വദിച്ചിരിക്കുകയാണ്. ഇപ്പം ഒന്നും പൊതുവെ മഴയൊന്നും ആസ്വദിക്കുന്നവരുണ്ടാവില്ല. മഴ പോയിട്ടൊന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കാൻ പോലും ടൈം കിട്ടാത്തവരാവും കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ട് എൻ്റെ അമ്മയുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല രസം മഴയൊക്കെ പെയ്യുമ്പോൾ പുറത്തിറങ്ങി കളിക്കണത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്താ, നമ്മൾ മഴയത്തേക്കൊന്നും പുറത്തേക്ക് ഇറക്ക് പോലില്ല. ഇപ്പം അങ്ങനത്തെ അസുഖങ്ങളാണ്, പല പല അസുഖങ്ങളും. ഇപ്പം തന്നെ കണ്ടില്ല, ഇപ്പം നിപ്പ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് നിപ്പ വല്ലാണ്ട് തന്നെ എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും. ഇങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ലല്ലോ, എന്ത് വാങ്ങിച്ചാലും കഴുകിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ടൈമാണ് കേട്ടോ. ഇപ്പോൾ എന്താ നിപ്പ ബാധിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വയനാട് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ കൊറോണ പോലെ തന്നെ ഇപ്പോൾ നിപ്പയും വല്ലാണ്ട് ബാധിച്ച് തുടങ്ങി. ഇപ്പോൾ കൊറോണ ഒന്ന് മാറി എന്നുള്ള സമാധാനത്തിലല്ല ഇരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതാ വീണ്ടും അടുത്ത അസുഖം. അതുപോലെ തന്നെ എന്തായാലും ഇപ്പോൾ ന്യൂസ് കേൾക്കുമ്പോഴും അതുപോലെ പത്രം തുറന്ന മരണ വാർത്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇന്നിപ്പോൾ ന്യൂസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഇതിന് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ഇത്രയും നേരം ന്യൂസ് ഇരുന്ന് കാണുന്നതന്നെ കേട്ടോ. ഇപ്പോൾ രാത്രി കിടക്കാൻ പോകണം. ഞാൻ പൊതുവേ ന്യൂസ് അങ്ങനെ കാണാറില്ല. എന്താ പറയുക, ടി വി ആകുമ്പോൾ എന്താ കുട്ടിക്കാണെങ്കിൽ ചോട്ടാ ഭീമോ കൊച്ചു ടി വി അങ്ങനത്തെ കാണാം. എനിക്കാണെങ്കിൽ ഞാൻ സീരിയലോ വല്ല സിനിമ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ അർജുൻ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ട് ആ ഒരു ന്യൂസ് വല്ലാണ്ട് മനുഷ്യരെ എല്ലാവരെയും ഭയങ്കര ദുഃഖത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ 7 ദിവസമായിട്ടും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, അത് ഭയങ്കര സങ്കടമുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരാൾക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും എന്താ പറയുക, അവരുടെ ജീവൻ നൽകുന്ന പോലെ തന്നെയാണ്. എത്രയോ പേര് രക്ഷിക്കാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് എന്താണെന്നറിയില്ല, മണ്ണ് അത്രയും മാറ്റിയിട്ട് നമുക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. ഓരോ ദിവസം ഞാൻ ന്യൂസ് കാണുമ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് കണ്ടെത്തണേ. ഇന്നലെ ഇപ്പോൾ 49 സൈന്യം എത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ കണ്ടെത്തും, എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് ദിവസങ്ങൾ നീളുന്തോറും സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വിഷമമാണ്. അവരുടെ കുടുംബം, ഇപ്പോൾ ഭാര്യയും അതുപോലെ ചെറിയൊരു കുട്ടി 1.5 വയസ്സായ കുട്ടിയാണ് ഉള്ളത് തോന്നണു. എത്ര കാത്തിരിപ്പോട് കൂടിയിട്ട് അവരെ ഇരിക്കുക. ഓരോ നിമിഷം ഇപ്പം കിട്ടും എന്തെങ്കിലും ന്യൂസ് അറിയിക്കുന്നുള്ള ഇതിലല്ലേ അവരിയ്ക്കുന്നുണ്ട്. ആ അർജുൻ പറഞ്ഞ ചേട്ടന് ജീവനോട് കൂടി കിട്ടിയ അത്രയും സന്തോഷമാണ്. ഒരു പക്ഷേ ഇനി എന്താ പറയുക, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്താ 7 ദിവസം അതിൽ ആ വണ്ടിയിൽ സുരക്ഷ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അവിടെ ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ആ ചേട്ടൻ എന്ത് ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പുറമേ നിന്ന് ആൾക്കാർ രക്ഷിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ രാവോ പകലോ അങ്ങനെ ഒന്നും അറിയാണ്ടല്ലേ ഇരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ സങ്കടമാവാണ്. ആ ചേട്ടന് ജീവനോടെ തന്നെ വരട്ടെ, ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. ജീവനോടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു പുനർജന്മമായിരിക്കും. അപ്പം എല്ലാവരും ആ ചേട്ടനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഒരൊറ്റ ജീവന് വേണ്ടിയിട്ടായാലും അവരുടെ കുടുംബം, എന്താ പറയുക, എല്ലാവരും ആ ചേട്ടനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ജീവനോടെ തന്നെ കിട്ടട്ടെ. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു ജീവൻ അത് എത്രയും വിലപ്പെട്ടത് തന്നെയാണ് ആ ഒരു കുടുംബത്തിന്. ഏത് ടൈമിലായാലും ഇപ്പോൾ ആ ന്യൂസ് കാണാൻ എനിക്ക് സമയമുള്ളൂ കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു എന്താ പറയുക, ഒരു ത്വര എന്ന് പറയില്ലേ, വേഗം ആളെ കണ്ടെത്തിയോ. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെച്ചാലും അമ്മ പണിമാറ്റി വന്നു കഴിഞ്ഞാൽ വേഗം ആ ന്യൂസാണ് ഇരുന്ന് കാണുക. 7 ദിവസമായിട്ട് കറക്റ്റ് ഞാൻ വാർത്ത പൊതുവെ കാണാറില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്കത് ഭയങ്കര സങ്കടമായി. ഇപ്പം എന്താ ഒരുപാട് പേര് ഓരോ അസുഖമായിട്ട് ഒരുപാട് പേര് ജീവൻ പോകുന്നുണ്ട്. പക്ഷെ ഇതെന്തോ ഒരു പക്ഷേ ആ ജീവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നൊരു പ്രാർത്ഥന ജീവനോടെ കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക.
അപ്പം എന്തോ ഞാൻ ഇത് ചെയ്യണം വെച്ചിട്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാനിന്ന് സത്യം പറഞ്ഞാൽ രാവിലത്തെ മുതലുള്ള ഒരു റുട്ടീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ അങ്ങനെ ന്യൂസിൻ്റെ ഇടയിൽ അങ്ങനെ പറന്നു പോയി. ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തായാലും ഏട്ടനോട് ജീവനോട് തന്നെ കിട്ടട്ടെ. എന്താ പറയുക, വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കറണ്ട് കട്ടും അതൊക്കെ ആകുമ്പോൾ ഭയങ്കര സങ്കടം. ഇനി എന്താ കിട്ടിയോ എന്ന് അറിയാണ്ട് എന്തായാലും അത്രയും മണ്ണ് മാറ്റിയിട്ടും കിട്ടാണ്ടായപ്പോൾ എന്തോ ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ പുഴയിലേക്കാണ് അറിയിക്കണത്. പുഴയിലെന്തോ 8 അടി താഴ്ചയിൽ ഇപ്പോൾ വണ്ടി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലാളുണ്ടായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്തായാലും സത്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ വീഡിയോ പറഞ്ഞു പോയപ്പോൾ ഭയങ്കര സങ്കടമായി. എനിക്കിന്ന് ഒരു ഡെയിലി വ്ളോഗ് എടുക്കാനുള്ള ഒരു ഇതില്ല. എന്തോ ഒരു വിഷമം പോലെ. ആളെ പെട്ടെന്ന് തിരിച്ച് കിട്ടട്ടെ, അത്ര മാത്രമേ ഉള്ളൂ പ്രാർത്ഥന.